ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഓം ബിർള രണ്ടാം വട്ടവും ലോക്സഭാ സ്പീക്കറായി. പണ്ട് ബൽറാം ജാക്കർ കോൺഗ്രസ് ഭരണകാലത്ത് ഇതുപോലെ രണ്ടാം വട്ടവും സ്പീക്കറായിട്ടുണ്ട്. പക്ഷേ ആ കാലമല്ല ഈ കാലം. ബൽറാം ജാക്കർ അല്ല ഓം ബിർള. സുസ്മേരവദനായി മോദിക്കും രാഹുലിനുമൊപ്പം ഓം ബിർള സ്പീക്കർ കസേരയിലേക്ക് വന്നിരുന്നപ്പോൾ കഴിഞ്ഞ ടേമിൽ അദ്ദേഹത്തെ നന്നായി മനസ്സിലായ പ്രതിപക്ഷാംഗങ്ങൾ എന്താവും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി എന്തൊക്കെ കാണാനും അനുഭവിക്കാനുമുണ്ട്. കഴിഞ്ഞ വിന്റർ സെഷൻ ലോക്സഭയിലെ മോദി പ്രതിപക്ഷത്തിന് മറക്കാവുന്നതേയല്ല. കൂട്ടത്തോടെയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്തത്. അതിലെ പ്രമുഖനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാൽ ഓം ബിർള രണ്ടാം ഊഴത്തിനായി ആനയിക്കപ്പെട്ടു. പ്രതിപക്ഷം കരുത്താർജിച്ചതും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതും സ്പീക്കർ ഓം ബിർളയെ അലട്ടുന്നുണ്ടാവും. ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷവുമായി ഉരസാൻ അദ്ദേഹം മറന്നില്ല. ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് ആദ്യ ദിവസം തന്നെ അദ്ദേഹം വ്യക്തമാക്കി. അർത്ഥവത്തായ ഓർമ്മപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്ന് ഓർമ്മിപ്പിച്ചു. പക്ഷേ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ് ആദ്യ ദിവസം തന്നെ അദ്ദേഹം തെളിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കറെ ആശംസിച്ചതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണത്തേതുപോലെ സഭയെ നയിക്കാൻ ഓം ബിർളയ്ക്ക് കഴിയട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചത്. അപ്പോഴാണ് ആ ചോദ്യം, ഓം ബിർളയുടെ രണ്ടാം വരവിന് പിന്നിൽ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഫ്രാൻസിസ് ജോർജ് MP, ഡോക്ടർ VPP മുസ്തഫ CPIM, ഷാജി രാഘവൻ BJP, TJ ശ്രീലാൽ മാധ്യമപ്രവർത്തകൻ. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ ചർച്ച ലോക്സഭാംഗത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ആദ്യ ദിവസം സ്പീക്കർ സ്ഥാനത്തേക്ക് വളരെ അപൂർവമായി മാത്രമാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതിന് ഇത്തവണ വഴി ഒരുക്കിയതും BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ കടുംപിടുത്തം തന്നെയാണ് എന്നുള്ളതും വളരെ ഗൗരവമായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോൾ കൊടിക്കുന്നിൽ മത്സരിക്കുന്നു. പക്ഷേ വോട്ടെടുപ്പിലേക്ക് പോകാതെ ശബ്ദ വോട്ടിൽ മാത്രമായി അത് ഒതുങ്ങിയത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈ ആദ്യ ദിവസം പ്രതിപക്ഷത്തെ ഏത് വിധത്തിലാണ് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നത്? അതെ, ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭ ആദ്യമായി ചേർന്നപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാ കീഴ്വഴക്കങ്ങളും നാളിതുവരെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വരുന്ന കീഴ്വഴക്കങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രോടൈം സ്പീക്കറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന അംഗത്തെയാണ് സാധാരണയായി പ്രോടൈം സ്പീക്കറായിട്ട് വയ്ക്കാറുള്ളത്. ഞാൻ ഓർക്കുന്നു, ഞാൻ 99 ആദ്യമായി പാർലമെൻറ്റിലെത്തിയപ്പോൾ അന്ന് പ്രോടൈം സ്പീക്കറായിട്ട് അന്ന് അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹമാണ് പ്രധാനമന്ത്രി. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെയാണ്. പ്രോടൈം സ്പീക്കറായിട്ട് വെച്ചത് ശ്രീ ഇന്ദ്രജിത് ഗുപ്തയാണ്. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ കക്ഷിബലം നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര കാലം ഇരുന്നു എന്ന് നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അത് അന്ന് ശ്രീ വാജ്പേയി നടത്തിയ പ്രസംഗം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമന്വയം ജനാധിപത്യത്തിൽ ആവശ്യമാണ്, ജനാധിപത്യത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു കീഴ്വഴക്കമൊന്നും നോക്കാതെ കോൺഗ്രസിലെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് നിലവിൽ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം പാർലമെൻറ്റ് അംഗമായിരുന്നിട്ടുള്ളത്. മുതിർന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തെ നിയമിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ വയ്ക്കാതെ ശ്രീ ഭർത്തൃഹരി മെഹ്താബ് ഒരു ടൈം കുറവുള്ള ആളെ വെച്ചത് അതിനൊരു കാരണം കണ്ടെത്തിയത് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ലോക്സഭയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ തുടക്കം തന്നെ ഒരു കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം വന്നു. പ്രതിപക്ഷം ഒന്നടങ്കം വോട്ടിംഗ് ആവശ്യപ്പെട്ടു. അത് ചെവിക്കൊള്ളാതെ ഭൂരിപക്ഷമുണ്ട്, ഭരണകക്ഷിയായിട്ടുള്ള BJPയുടെ നേതൃത്വത്തിൽ NDAക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും സഭയിലെ കീഴ്വഴക്കം എന്താണ്? പലപ്പോഴും അങ്ങനെയാണ്. ബില്ലുകളുടെ ചർച്ച വരുമ്പോൾ പ്രതിപക്ഷം വോട്ട് അവസാനം ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ഭൂരിപക്ഷം ഇല്ല എന്നൊക്കെ അറിഞ്ഞാൽ അത് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ടിംഗ് ആവശ്യപ്പെടാറുണ്ട്. വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് ആ വോട്ടിംഗ് അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ് സഭയിലെ ചട്ടം. അത് അനുവദിക്കാതെ ശബ്ദ വോട്ടോടുകൂടി ശ്രീ ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു സമന്വയത്തിൻ്റെ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പഴയ കാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇതുപോലെ തന്നെ എന്തും ചെയ്യും അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അവസരത്തിൽ എല്ലാ കക്ഷികൾക്കും ഒരു പ്രാതിനിധ്യം കൊടുക്കുക. ചെറിയ കക്ഷികളുണ്ട്, ഒരംഗം 2 അംഗങ്ങളൊക്കെയുള്ള കക്ഷികളുണ്ട്. അവരെ കൂടി പരിഗണിച്ച് വേണമല്ലോ പോകാനായിട്ട്. അതും ഈ പ്രാവശ്യം
ഉണ്ടാകാത്ത ഒരു സാഹചര്യം വന്നു. പിന്നെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചപ്പോൾ അനുവദിച്ചു. എന്നാലും നമുക്ക് പറയാനുള്ള അധികം സമയമൊന്നും തരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ സഭയിൽ വരാൻ പോകുന്ന നാളുകളിൽ ഒരു സമന്വയത്തിൻ്റെ പാത ഒന്നും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ പോകുമെന്നുള്ളത് ഇനിയുള്ള നാളുകളിലാണ് കാണാൻ പോകുന്നത്. നാളെ ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ സംയുക്ത സഭകളെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നന്ദിപ്രമേയ ചർച്ച വരും. ആ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആനുകാലികമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സഭയിൽ മുന്നോട്ട് പോകും. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഷജി രാഘവൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരുപക്ഷെ വളരെ അർത്ഥവത്തായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയത്. 99 അദ്ദേഹം ലോക്സഭാംഗമായി മുമ്പ് ലോക്സഭയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് വാജ്പേയിയുടെ ഭരണകാലം, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അന്ന് പ്രോട്ടേം സ്പീക്കറായത് ഇന്ദ്രജിത് ഗുപ്തയാണ്, CPI നേതാവാണ്, വളരെ സീനിയറായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാവ്. അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയുമായിട്ടുണ്ട്. ഇന്ദ്രജിത് ഗുപ്തയെ പ്രോട്ടേം സ്പീക്കറാക്കാൻ അന്ന് വാജ്പേയിയുടെ കാലത്ത് BJP എന്ന പാർട്ടിയോ NDA എന്ന മുന്നണിയോ ഒരു വിമുഖതയും കാട്ടിയിട്ടില്ല. ആ ഒരു രാഷ്ട്രീയ ജനാധിപത്യ സംസ്കാരം നിലനിന്ന നാട്ടിൽ നിന്നും 24-ലെ 18ാം ലോക്സഭയിലേക്ക് വരുമ്പോൾ മൂന്നാമൂഴം പ്രധാനമന്ത്രിക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP, NDA എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടതില്ല. അത്ര പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് ജോർജ് നടത്തിയത്. 99-ൽ വാജ്പേയിയുടെ കാലത്തുണ്ടായതും 2024-ൽ മോദിയുടെ കാലത്തും പ്രോട്ടേം സ്പീക്കറുടെ കാര്യത്തിൽ. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ചർച്ചയായി വന്നിട്ടുള്ളതാണ്. ഈ ചർച്ചയിൽ വളരെ ലൈവായി അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞതുകൊണ്ട് തന്നെ അത് അഡ്രസ്സ് ചെയ്തും കണ്ടും പോകേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ സ്ട്രെസ് ചെയ്ത് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. കീഴ്വഴക്കങ്ങളെ ഇങ്ങനെ ഒരു താല്പര്യവുമില്ലാതെ ലംഘിക്കുക, അട്ടിമറിക്കുക, അവഗണിക്കുക എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പ്രതിപക്ഷത്തെയാണ്. ആ പ്രതിപക്ഷത്തെ കേൾക്കാൻ താല്പര്യമില്ല, അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ താല്പര്യമില്ല, അവരുമായി ഉരസി തന്നെ മുന്നോട്ട് പോകും എന്ന് തെളിയിക്കുന്ന നിലയിലേക്കാണോ ഈ ലോക്സഭയുടെ ആദ്യ ദിനങ്ങൾ തന്നെ ഓരോ കാര്യത്തിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഷജി രാഘവൻ. ഈ പ്രോടൈം സ്പീക്കറുടെ വിഷയം ഇന്നിപ്പോൾ സംസാരിക്കുന്നത്, ഇന്ന് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെട്ടു. ആ പരാജയം അവർ മനഃപൂർവ്വം ചോദിച്ചു മേടിച്ചതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ രൂപീകൃതമായ ഒരു മുന്നണി, ആ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രാജ്യത്തെ ജനങ്ങൾ കൃത്യമായ മാൻഡേറ്റ് കൊടുത്തു അധികാരത്തിലേക്ക്. സ്വാഭാവികമായും ആ ഗവൺമെൻറ്റിൻ്റെ സ്പീക്കറിൻ്റെ സ്ഥാനത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പും സെലക്ഷനും ഒക്കെ അനിവാര്യമാണ്. അതിലൊന്നും ആർക്കും എതിർപ്പില്ല. പ്രതിപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ നിർത്താം. ഇതാദ്യമല്ല. നമ്മുടെ രാജ്യത്ത് തന്നെ 1958 മുതൽ 58-ൽ, അതേപോലെ തന്നെ 91-ൽ, 1952-ൽ, 76-ൽ, 91-ൽ ഒക്കെ തന്നെ ഈ തരത്തിലുള്ള സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിനോട് ഇന്ത്യ മുന്നണിയിലെ ആൾക്കാർക്ക് പോലും യോജിപ്പുണ്ടായിരുന്നില്ല. അതായത് കോൺഗ്രസ് കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ, ഏകപക്ഷീയമായി തീരുമാനിക്കുമ്പോൾ, ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ ആദ്യം അടഞ്ഞിരുന്നു. അവരുടെ ഫ്ലോർ മാനേജ്മെൻറ്റിൽ അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പൂർണ്ണമായും ഈ കാര്യത്തിൽ പോലും ഇന്ത്യ മുന്നണി ഒരുമിച്ചായിരുന്നില്ല നിന്നത്. ഇത് ഈ തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി ഒരു ഏകീകൃതമായ തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ അവർ ആ പരാജയം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏകപക്ഷീയം എടുത്തൊരു നിലപാട് അവർക്ക് വലിയൊരു പരാജയം മേടിച്ചു കൊടുത്തു. തുടക്കത്തിൽ തന്നെ 18ാം ലോകസഭയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് കനത്ത പരാജയം ഏറ്റെടുക്കേണ്ടി വരിക, അതൊരാവശ്യമില്ലാത്തൊരു പരാജയമായിരുന്നു. മറ്റൊന്ന്, ഇവിടെ ബഹുമാന്യനായ ശ്രീ MP സൂചിപ്പിച്ചതുപോലെ പ്രോട്ടൈം സ്പീക്കറെ സംബന്ധിച്ച് ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ സംബന്ധിച്ച് ഇതൊരു നിയമമൊന്നും അല്ലല്ലോ. കാലാനുസൃതമായി ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങൾ മാറും. അതുകൊണ്ടാണല്ലോ 1952-ൽ സഖാവ് AKG ആണ് ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ സ്പീക്കറായിട്ട് ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് കൂടി മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിലുള്ള ചില രാഷ്ട്രീയ സാഹചര്യം, ഇവിടെ ഇന്ത്യ മുന്നണി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതിനപ്പുറം
അവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വഴിയും തെരഞ്ഞെടുപ്പ് നടത്തുക വഴിയും ഒന്നും അവർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഇവിടെ MP സൂചിപ്പിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നിഷേധിച്ചു എന്ന് പറഞ്ഞു സ്പീക്കർ. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ നടപടിക്രമം ആദ്യം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളിൻ്റെ പ്രമേയമാണ് അവിടെ എടുക്കുക. ആ പ്രമേയത്തിൽ ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് വോട്ടെടുപ്പ് നിഷേധിച്ചതല്ല, അത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രമേയമാണ് ആദ്യം അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിൽ സ്വാഭാവികമായും വോട്ടിൻ്റെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ ഭരണപക്ഷത്തുള്ളവർ ഒരു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ വോട്ടെടുപ്പുണ്ടാവും. ഇതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നതിൻ്റെ അല്ലെങ്കിൽ അവരോടൊരു അസഹിഷ്ണുത കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുന്നത് ഇന്ന് ലോകസഭയിൽ അവർക്ക് ഏറ്റ കനത്ത പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ ഈ പരാജയം അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല. അത് ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. ശരി. ഞാൻ താങ്കളത് ചോദിച്ചു വാങ്ങിയ പരാജയം അല്ലെങ്കിൽ വലിയ തിരിച്ചടി എന്ന പോയിന്റിൽ തന്നെയാണ് താങ്കളുടെ നിലപാട് വന്ന് നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആ പോയിന്റിൽ നിന്ന് ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്ക്, ഡോക്ടർ VPP മുസ്തഫയിലേക്ക് കൂടി പോകാമെന്ന് വിചാരിക്കുന്നു. VPP മുസ്തഫ, കഴിഞ്ഞ ദിവസം MP മാരുടെ സത്യപ്രതിജ്ഞ, ഇന്ന് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്, നാളെ നയപ്രഖ്യാപനം വരാൻ പോകുന്നു. ഈ നിലയിൽ ലോക്സഭാ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇവിടെ വളരെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യാത്മകമായ ഒരു തലത്തെക്കുറിച്ച് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 99-ലെ അനുഭവത്തിൽ പ്രോട്ടേം സ്പീക്കറെ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് BJP പ്രതിനിധി പറയുന്നത് ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് നിയമമല്ലല്ലോ, അത് കാലത്തിനനുസരിച്ച് മാറും. അതുകൊണ്ട് തന്നെ 99-ൽ വാജ്പേയിയുടെ കാലത്തെ ഒരു കീഴ്വഴക്കത്തെ മാനിക്കേണ്ട യാതൊരു ബാധ്യതയും തങ്ങളുടെ കാലത്തില്ല എന്ന് മോദി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ? അന്നത്തെ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷം കുറേ കൂടി കരുത്താർജിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് കുറേ കൂടി ശക്തമായി തന്നെ പോകാം, ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങേണ്ടതില്ല എന്ന നിലയിൽ ആ കീഴ്വഴക്കത്തെ പിന്തുടരാൻ തയ്യാറല്ല എന്ന വെളിപ്പെടുത്തൽ നടത്തിയാൽ അത് ആ സർക്കാരിൻ്റെയും ആ മുന്നണിയുടെയും രാഷ്ട്രീയ മുന്നണിയുടെയും ഭരണമുന്നണിയുടെയും മറ്റൊരു തരം തീരുമാനവും അവകാശമായി അവരതിനെ കണ്ടാൽ അവരെ കുറ്റം പറയാനാകുമോ? ഇന്നത്തെ ഈ നടപടിക്രമങ്ങളാകെ പരിശോധിച്ചാൽ BJP പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന് ഏകോപിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്ന തീരുമാനം എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട ദിവസമാണ്. ഇന്നൊരു ആദ്യ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട തോൽവി, തിരിച്ചടി നേരിടേണ്ടി വന്നു എന്ന നിലയിൽ കൂടി ഇന്നത്തെ ഒരു ദിവസത്തെ BJP വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലോ ശ്രീ മുസ്തഫ? ഇത് ഭരണപക്ഷത്തിൻ്റെയും BJPയുടെയും എന്തെങ്കിലും ഒരു അവകാശവാദത്തിൻ്റെ പ്രശ്നമല്ല. BJPയുടെ പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പ്രതിപക്ഷത്തിൻ്റെ പരാജയമല്ല, മറിച്ച് ഭരണപക്ഷം മൂന്നാം വട്ടം അധികാരത്തിലേറിയ BJPയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണപക്ഷത്തിൻ്റെ ഉൾഭയം പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ കിരീടം എന്ന് പറയുന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫയുടെ ഒരു കഥാപാത്രത്തെ താങ്കൾ ഓർമ്മിക്കുമല്ലോ. ഇങ്ങനെ കത്തി കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി താനെന്തോ വലിയ വില്ലാളി വീരനാണ്, വലിയ ഗുണ്ടയാണ് നാട്ടിലെ എന്ന് കാണിക്കാനുള്ള കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രത്തിൻ്റെ ശ്രമം ഏതാണ്ട് അമ്മട്ടിലാണ് മൂന്നാം വട്ടം അധികാരത്തിൽ വന്നിട്ടുള്ള NDA മുന്നണിയുടെ അവസ്ഥ. കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് പാർലമെന്റിനകത്തുൾപ്പെടെ അവരുടെ അപ്രമാദിത്വമായിരുന്നു. ആ അപ്രമാദിത്വം വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. പഴയതുപോലെ അവർക്ക് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും എന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല. ആ പരാജയ ഭീതി അത് ഉൾഭയമായിട്ട് മാറിയിരിക്കുകയാണ്. മോഡിയെ പിടികൂടിയിട്ടുണ്ട്, അമിത്ഷായെ പിടികൂടിയിട്ടുണ്ട്. നേരത്തെ വലിയ നെഞ്ചളവിൻ്റെ വീര്യമൊക്കെ പറഞ്ഞു നടന്നിരുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉൾഭയം ആണ് അവരെ ഇത്തരത്തിൽ പെരുമാറാൻ ഇടയാക്കുന്നത്. തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ പോലെ തന്നെ വലിയ അപ്രമാദികളാണ് എന്ന് കാണിക്കാനുള്ള ഒരു വീരസ്യം കാണിക്കാനുള്ള അങ്ങേയറ്റത്തെ ദയനീയമായ ശ്രമമാണ്. ഇവർ ഈ 10 വർഷം ശ്രമിച്ചത് എന്താ? നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കാനാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ വിധി എന്താ? ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കുക. നമ്മൾ മിൽട്ടന്റെ പഴയ പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതൊരു വലിയ സംഗതിയാണല്ലോ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണഘടനയെ മാനിക്കാത്ത പ്രധാനമന്ത്രി ഇത്തവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഭരണഘടനയെ തൊട്ട് പറയുന്നത്. ഈ 10 വർഷമായിട്ട് അത് മാനിച്ചിട്ടില്ല. നാളെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കാൻ പോവുക.
പക്ഷെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ രാഷ്ട്രപതിയെ പങ്കെടുപ്പിച്ചില്ലല്ലോ. പുതിയ രാഷ്ട്രപതി മന്ദിരത്തിന്റെ ഒരു വിളിപ്പാടകലെ അവർ രാഷ്ട്രപതി ഭവനിലില്ലേ? ഇവരുടെ തന്നെ ആളല്ലേ? ഇവർ തന്നെ സ്ഥാനാർത്ഥിയാക്കി വലിയ മേനി പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദളിത് വനിതയെ ഇന്ത്യയുടെ പ്രസിഡന്റ് കസേരയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ എന്തുകൊണ്ടാ ആ പ്രസിഡന്റിനാൽ നയിക്കപ്പെടേണ്ട ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരെ പങ്കെടുപ്പിക്കാതിരുന്നത്? ഞാൻ അതിന്റെ ഉള്ളറകളിലേക്ക് ഇപ്പൊ ചെയ്യേണ്ടി പോകുന്നില്ല. അറിയാലോ നമുക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത്. RSSനാൽ നയിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ, ഒരു നല്ല കർമ്മത്തിൽ ഒരു ദളിത് വനിതയെ മുന്നിൽ നിർത്താൻ രാഷ്ട്രപതിയായിട്ട് പോലും അവർ തയ്യാറായില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് രീതി. അപ്പൊ ഇപ്പൊ അവര് ചെന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീരസ്യം കാണിക്കലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു കോംപ്രമൈസിനും ഇല്ല, ഞങ്ങളൊരു കീഴ്വഴക്കവും പാലിക്കില്ല. കീഴ്വഴക്കം പാലിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നത്, BJP പ്രതിനിധി അവകാശപ്പെടുന്നത് കാലാനുസൃതമായിട്ട് മാറണം. കാലാനുസൃതമായിട്ട് ചില കീഴ്വഴക്കങ്ങൾ മാറേണ്ടി വരും. എങ്ങനെയാണ്? നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും പാർലമെന്ററി നടപടിക്രമങ്ങളെയും ശക്തിപ്പെടുത്താനും മുന്നോട്ട് നയിക്കാനും പഴയ ഏതെങ്കിലും ഒരു കീഴ്വഴക്കം പ്രതിബന്ധമാണെങ്കിൽ അത് മാറ്റണം. പക്ഷെ നിങ്ങളിപ്പോ ഈ മാറ്റാൻ ശ്രമിക്കുന്ന കീഴ്വഴക്കം നമ്മുടെ ജനാധിപത്യ മര്യാദകളെയും പാർലമെന്ററി നടപടിക്രമങ്ങളെയും ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണോ? ഭരണപക്ഷം മാത്രമായിട്ട് ഒരു ജനാധിപത്യം ഇല്ലല്ലോ. പ്രതിപക്ഷം കൂടി ഉള്ളപ്പോഴല്ലേ ജനാധിപത്യം പുഷ്ടിപ്പെടുന്നത്. BJPയും RSSും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നവർക്ക് ജനാധിപത്യത്തോട് കൂറും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ശരി, കഴിഞ്ഞ 10 വർഷം അങ്ങനെ ഗണനീയമായ ഒരു എണ്ണം പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ പ്രോംപ്റ്റ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കീഴ്വഴക്കങ്ങൾ പാലിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. അപ്പൊ ആദ്യം ആരാണ് ജനാധിപത്യ മര്യാദയില്ലാതെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോകും എന്ന ഒരു ധിക്കാരപരമായ ദാഷ്ട്യം നിറഞ്ഞ സമീപനം സ്വീകരിച്ചത്? ആദ്യം ഉണ്ടായത് സ്പീക്കർ തെരഞ്ഞെടുപ്പല്ലോ. ആദ്യം നിശ്ചയിക്കുന്നത് പ്രോട്ടേം സ്പീക്കറല്ലേ. അക്കാര്യത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന മര്യാദകൾ പാലിക്കാതെ, ഇപ്പോഴുള്ള പ്രതിപക്ഷത്തെ അതിന്റെ ശക്തി കണ്ട് ബഹുമാനിക്കാൻ തയ്യാറാകാതെ നിങ്ങൾ ഈ കൊച്ചിൻ ഹനീഫയുടെ ഈ പഴയ കിരീടത്തിലെ കത്തിവേഷം നടത്താൻ നോക്കുന്നതേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളതാണ് വഴിയെങ്കിൽ, BJP അങ്ങനെ വീരസ്യം കാണിച്ചിട്ട് പ്രതിപക്ഷത്തെ മാനിക്കാതെ പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവമായിരിക്കില്ല നിങ്ങൾക്കുണ്ടാക്കുക എന്നുള്ളത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഭാവിക്കും ഈ ഗവൺമെന്റിന്റെ മുന്നോട്ട് പോക്കിനും നല്ലതായിരിക്കും. ഇവിടെ ശ്രീലാൽ, ഞാൻ ഓം ബിർള 2ാം വട്ടവും സ്പീക്കറാകുന്നത് ഇതുപോലൊരു കാലത്ത് അതിന് പിന്നിലത്തെ BJP ആ കാൽക്കുലേഷന് പിന്നിൽ നടത്തുന്നത് എന്താണ് എന്നതുപോലെയുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ചർച്ചയിൽ ഇതുവരെ വന്ന ഒരു വിഷയത്തിലേക്കാണ്. പൊതുവിൽ പുതിയ ലോക്സഭ, 18ാം ലോക്സഭ, പുതിയ സർക്കാർ, എന്നാൽ മോദി സർക്കാരിൻ്റെ 3ാം ഊഴം, അതിൽ പ്രോട്ടേം സ്പീക്കർ മുതൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ വളരെ പ്രകടമായി തന്നെ മുൻ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ച് തന്നെ BJP മുന്നോട്ട് പോകുന്നു. പക്ഷേ BJP എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയില്ല. ഒരു മുന്നണി സർക്കാരിലേക്ക് കൂടുതൽ വിധേയപ്പെട്ടു പോകേണ്ട സാഹചര്യം വന്നു. പ്രബലരായ 2 ഘടകകക്ഷികൾ വന്നു, TDPയും JDUവും വന്നു. പക്ഷേ അവരുള്ളത് കൊണ്ട് തന്നെ പല വിട്ടുവീഴ്ചയ്ക്കും മോദിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനും വിധേയപ്പെടേണ്ടി വരും എന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആദ്യ ദിവസങ്ങൾ നോക്കിയാൽ പ്രോട്ടേം സ്പീക്കറെ തീരുമാനിക്കുന്നതിലടക്കം യഥാർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് കൃത്യമായ ഒരു അവസരമായി അതുണ്ടായിരുന്നു. അത് നൽകേണ്ട ഒരു നിലയിൽ തന്നെ വന്നിട്ടും അതടക്കം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിലൂടെ ഈ പറഞ്ഞ 2 ഘടകകക്ഷികൾ ഉണ്ടെങ്കിൽ പോലും ഇതിലൂടെ എന്താണ് BJP മോദി സർക്കാരും വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത്? വിട്ടുവീഴ്ചയില്ലാതെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ തങ്ങൾ പോകും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണോ ശ്രമിച്ചിട്ടുള്ളത്? ശരത്ത്, തീർച്ചയായും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീമും പുറത്തുവിടുന്ന ഒരു സന്ദേശം. അത് പ്രതിപക്ഷത്തോട് മാത്രമല്ല ആ സന്ദേശം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉള്ളൊരു ചിത്രമുണ്ട്. എന്തുകൊണ്ട് UPയിൽ 40 സീറ്റിൽ തോറ്റു,
എന്തുകൊണ്ട് യു പിയിൽ ഈ തോൽവി സംഭവിച്ചു തുടങ്ങിയ ഒരു ചെറിയ ഒരു പാർട്ടിക്കുള്ളിൽ BJPക്കുള്ളിൽ തന്നെ ഒരു ചെറിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പുതിയൊരു ചേരിയുടെ വരവ്, ഇതെല്ലാം വലിയ കാരണങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സർക്കാർ രൂപീകരണം വരെയും NDA എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിനുശേഷം പഴയ തലത്തിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക്, പഴയ തൻ്റെ നിലപാടിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ കരുതിയതുപോലെ ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഈ സർക്കാരിന് മേളിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുകൂടി തെളിയിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ഓം ബിർള എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്തിയാൽ മാത്രം മതി ഇതിനെല്ലാ കാര്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ. അതായത് പ്രോട്ടം സ്പീക്കർ ആരാകണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ഒറ്റ നിലപാടെടുത്തു BJPയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി. അത് ഞങ്ങൾ തീരുമാനിക്കും, കീഴ്വഴക്കങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല. അതിനുശേഷം സ്പീക്കർ ആരാകും, നേരത്തെ തന്നെ നമുക്ക് ഒരു ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വന്നപ്പോൾ തന്നെ TDP ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പണ്ട് ബാലയോഗി ഞങ്ങളുടെ സ്പീക്കറായിരുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ബാലയോഗി സ്പീക്കറായിരുന്നു, അതുകൊണ്ട് തന്നെ സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന ആവശ്യം തന്നെ TDP മുന്നോട്ട് വെച്ചതാണ്. അത് നിരാകരിക്കപ്പെട്ടു. അപ്പോൾ പുതിയൊരു ആവശ്യം TDPയും അതോടൊപ്പം തന്നെ മറ്റൊരു മുന്നോട്ട് വെച്ചു. അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതും നിരാകരിക്കപ്പെട്ടു. അപ്പോൾ തന്നെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുക തന്നെയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീമും ചെയ്തത്. അതിനുശേഷമാണ് ഈ പറയുന്ന ഓം ബിർളയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് ഓം ബിർളയിലേക്ക് എത്തുന്നു? ഓം ബിർള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് BJPക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായി അവർ പറയുന്നത് അനുസരിച്ച് സഭ നടത്തിക്കൊടുത്ത ഒരു വ്യക്തിയാണ്, ഒരു സ്പീക്കറാണ്. അതായത് ബില്ലുകൾ പാസ്സാക്കുന്നതിന് യാതൊരു ചർച്ചയുമില്ലാതെ, അതിന് യാതൊരു കീഴ്വഴക്കവും മാനിക്കാതെ, ഒരു തരത്തിലുള്ള ജനാധിപത്യ രീതികളും മാനിക്കാതെ ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ഈ സഭയെ കൊണ്ടുചെന്ന് നിർത്തി. അതോടൊപ്പം തന്നെ 100 MPമാരെ വരെ ഒരാഴ്ച കൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കിയ, പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള 100 MPമാരെ സഭയിൽ നിന്ന് പുറത്താക്കി ചരിത്രം എഴുതി ചേർത്ത ഒരു സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സ്പീക്കർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഓം ബിർള തന്നെയാണ് സ്പീക്കർ. അതായത് ഞങ്ങൾ പഴയ തലത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്, അവിടെ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ BJPക്ക് ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ UP പരാജയത്തിൻ്റെ കാരണമായി വന്നതും ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ സാധിക്കാത്തതിന് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു BJPക്കുള്ളിലെ ഒരു വിഭാഗത്തിന് കൂടി മറുപടി നൽകുന്നതാണ് ഈ പറയുന്ന ആദ്യത്തെ ഘട്ടം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇവിടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് MP നേരത്തെ സംസാരിച്ചപ്പോൾ BJP പ്രതിനിധി ഷാജി രാഘവൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വോട്ടെടുപ്പ് നിഷേധിച്ചിട്ടില്ല, പ്രതിപക്ഷ ആവശ്യത്തെ നിഷേധിച്ചിട്ടില്ല, അതൊരു നടപടിക്രമം മാത്രമായിട്ടാണ് അദ്ദേഹം അതിനെ സമീപിച്ചതും മറുപടി പറഞ്ഞതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇക്കാര്യത്തിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വലിയ തിരിച്ചടി, തോൽവി പ്രതിപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വമൊന്നും ഏകോപിതമായ തീരുമാനമായിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു. ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ അതിലൊരു പൊതു അഭിപ്രായം രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഒരു ലോക്സഭാംഗം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾക്ക് പറയാനാകും, അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത്, ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടന്നാൽ, എന്തുകൊണ്ട് ഓം ബിർള രണ്ടാം വട്ടവും ലോക്സഭാ സ്പീക്കറാകുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ഗൗരവമായി പരിശോധിക്കുന്നുണ്ടോ? കാരണം ഇന്ന് പ്രധാനമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞ ഒറ്റ വാചകം, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ പോലെ സഭയെ നയിക്കാൻ ഓം ബിർളയ്ക്ക് കഴിയട്ടെ. നേരത്തെ TJ ശ്രീലാൽ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ ചില സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ വിൻ്റർ സെഷനിൽ ഏറ്റവും അധികം പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത ലോക്സഭാ സ്പീക്കറായിരുന്നു ഓം ബിർള. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സഭയെ നയിക്കാൻ കഴിയട്ടെ എന്നാണ് അന്നത്തെയും ഇന്നത്തെയും പ്രധാനമന്ത്രി അന്നത്തെയും ഇന്നത്തെയും സ്പീക്കർക്ക് ആശംസ നേരുന്നത്. അതെ ഇപ്പോൾ ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് വന്നാലേ, ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് പൂർണ്ണമായി ശരിയല്ല, കാര്യങ്ങൾ ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. BJP തന്നെ മുൻകൈ എടുത്ത് അവരുടെ ഏറ്റവും മുതിർന്ന മന്ത്രിസഭാ അംഗങ്ങളെ ഇന്ത്യ ബ്ലോക്കുമായി ചർച്ച ചെയ്യാനായിട്ട്, ഈ സ്പീക്കറുടെ കാര്യത്തിൽ ചർച്ച ചെയ്യാനായിട്ട് നിയോഗിച്ചിരുന്നു. ചർച്ചകൾ നടന്നു. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പറഞ്ഞ എന്താണ്, സ്പീക്കറെ നിങ്ങൾ സ്പീക്കറെ ഏകാണ്ടമായി തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറുടെ കാര്യത്തിൽ ചെയ്തതുപോലെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കീഴ്വഴക്കങ്ങൾ പാലിക്കണം. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അതൊരു കീഴ്വഴക്കമാണല്ലോ, അതും ഒരു കീഴ്വഴക്കത്തിൽപ്പെട്ട കാര്യമാണല്ലോ, അത് പ്രതിപക്ഷത്തിന് നൽകണം. ആ കാര്യത്തിലൊരു ധാരണ ഉണ്ടായാൽ നമുക്ക് ഈ 2 തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി ഏകാണ്ടമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നതാണ്. പരാജയം ഏറ്റുവാങ്ങിയൊന്നുമില്ല, അത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവസാന നിമിഷത്തിലാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇന്ത്യ മുന്നണി തീരുമാനമെടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ ചില കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ മനഃപൂർവ്വം ഒഴിവാക്കിയതോ അവിടെ ഒരു അസ്വാരസ്യത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ തന്നെ യോഗം ചേർന്ന് ഇന്ത്യ മുന്നണി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഭരണപക്ഷവുമായി ഒരു ധാരണയിൽ പോകുന്നതിന് പ്രശ്നമില്ല, വളരെ ഉദാരമായ സമീപനമാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചത്. അപ്പോൾ ഞങ്ങളത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു സാമാന്യ മര്യാദയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നറിയിക്കാനുള്ളൊരു ബാധ്യതയില്ലേ. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. അങ്ങനെ സമയം കഴിഞ്ഞ് നോമിനേഷൻ കൊടുക്കേണ്ട സമയപരിധി കഴിയുന്നു എന്ന് കണ്ടപ്പോഴാണ്, ഏറ്റവും ഒടുവിൽ 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ച ഉടൻ തന്നെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നത്. അവിടെ അതാണ് സംഭവിച്ചത്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ, പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്. ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മത്സരിക്കണം എന്നുള്ള നിലയിലേക്ക് തീരുമാനം വന്നത്. അങ്ങനെ ഏകപക്ഷീയമായി ഇനി ഇത് കാര്യങ്ങൾ വിടാൻ പറ്റില്ല, ഞങ്ങൾ എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കും എന്നുള്ള മെസ്സേജാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ മത്സരത്തിലൂടെ ഇന്ത്യ മുന്നണി നൽകിയിട്ടുള്ളത്. പരാജയപ്പെടുമെന്നൊക്കെ അറിയായിരുന്നു. അതുപോലെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. ഇന്ത്യ മുന്നണിക്കുള്ള വോട്ട് ഇന്ത്യ മുന്നണിക്കുണ്ട്, എൻ ഡി എക്കുള്ള വോട്ട് എൻ ഡി എക്കുമുണ്ട്. പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു കീഴ്വഴക്കം എന്നുള്ളതിൽ ഒരു പ്രതിപക്ഷം ഒരു ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ, വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കാതെ അതിൽ സാങ്കേതികത്വം പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ സാങ്കേതികത്വം പറയേണ്ട ആവശ്യമില്ലല്ലോ, ജയിക്കുമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വോട്ടിംഗ് അനുവദിക്കാതെ വെറും സാങ്കേതികത്വത്തിലേക്ക് അത് പോകേണ്ട കാര്യം എന്താണ്? ഒന്നത്. മറ്റൊന്ന്, രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ഓം ബിർളയെ തിരഞ്ഞെടുത്ത കാര്യം. ഓം ബിർളയെ സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ 5 വർഷം സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത്. സഭയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. എന്താണ്? ഒട്ടേറെ ബില്ലുകൾ നിയമനിർമ്മാണം നടത്തി, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്, തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഈ സുവർണ്ണ കാലഘട്ടത്തിൽ നടന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിഷ്കരണം പുറത്താക്കി, യാതൊരു ചർച്ചയും കൂടാതെ ഈ കൊട്ടിഘോഷിക്കുന്ന ഈ നിയമനിർമ്മാണങ്ങളെല്ലാം നടത്തി. അങ്ങനെയാണ് ഒരു പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത്. പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത് എപ്പോഴും പ്രതിപക്ഷവുമായി ഭരണപക്ഷം ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളിൽ പരമാവധി ഒരു സമന്വയത്തിൻ്റേതായിട്ടുള്ളൊരു പാതയിൽ പോവുക. അംഗങ്ങളെ അത്രമേൽ കടുത്ത ഒരു പാർലമെൻ്ററി വിരുദ്ധ നടപടി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഈ പുറത്താക്കൽ നടപടികൾ സ്വീകരിക്കാറുള്ളത്. ഇതൊരുമാതിരി സമ്മറി ഡിസ്മിസൽ എന്ന് പറയുന്നത് പോലുള്ള പുറത്താക്കലായിരുന്നു. അപ്പോൾ അതാണ് സുവർണ്ണ കാലഘട്ടം. ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ആദ്യം സമയം തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർബന്ധം പിടിച്ചപ്പോഴാണ് 1 മിനിറ്റ് 1/2 മിനിറ്റും ഒക്കെ തന്നത്. ഞാൻ പ്രധാനമന്ത്രിയോട് തന്നെ ചോദിച്ചു, അങ്ങ് പറയുന്നു കഴിഞ്ഞ 5 വർഷക്കാലം സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇതിനകത്ത് സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ ഇത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷാംഗങ്ങളെ ഒറ്റയടിക്ക് കൂട്ടത്തോടെ പുറത്താക്കിയതോ, യാതൊരു ചർച്ചയും കൂടാതെ ബില്ലുകൾ പാസ്സാക്കി നിയമനിർമ്മാണം നടത്തിയതോ? അപ്പോൾ അതുകൊണ്ട് ഇത് സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ആ സുവർണ്ണ കാലഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദി പറയപ്പെടുന്ന ഈ സുവർണ്ണ കാലഘട്ടത്തിൽ പ്രിസൈഡ് ചെയ്ത ശ്രീ ഓം ബിർളയെ തന്നെ വീണ്ടും സ്പീക്കറാക്കുക എന്ന് പറയുമ്പോൾ സന്ദേശം എന്താണെന്ന് ശ്രീലാൽ പറഞ്ഞല്ലോ, യാതൊരു മാറ്റവുമില്ല, ഇതേപോലുള്ള ഒരു സുവർണ്ണ കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ സഭ വളരെ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏത് കാര്യത്തിലും ഒരു അഭിപ്രായ സമന്വയത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകണം. ജനാധിപത്യ വിരുദ്ധ, മതേതര വിരുദ്ധ, അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ അവയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്ത് നടപടി വന്നാലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുക്കും, അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തമായ ഞാനൊരു കാര്യം കൂടി, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇത് രാജ്യം ഉറ്റുനോക്കിയതാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി എല്ലാവരും, രാഷ്ട്രീയമായ പ്രാധാന്യമൊക്കെ എല്ലാവരും ഉറ്റുനോക്കിയ ആദ്യ ഒരു അവസരം തന്നെയായിരുന്നു, ഒരു സന്ദർഭം തന്നെയായിരുന്നു. പക്ഷേ അതിലും ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ താങ്കൾ പറഞ്ഞതുപോലെ പൂർണ്ണമായി കിട്ടിയോ, അല്ലെങ്കിൽ ആ നിലയിൽ സഭയിൽ എത്തിയിരുന്നോ എന്നൊരു പ്രശ്നമില്ലേ? തരൂർ അടക്കമുള്ളവർ സഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിലിന് വേണ്ടി ഇന്ത്യ മുന്നണിക്കൊപ്പം എത്താത്തവരുമുണ്ടല്ലോ, തരൂർ അടക്കം. അല്ല ശരത്ത്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തരൂർ വന്നിരുന്നു. അദ്ദേഹം അല്പം വൈകിയാണ് വന്നതെന്നുള്ളത്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം സഭയിൽ എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു വോട്ടിംഗ് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഭയിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുമായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗത്തിന് വോട്ട് ചെയ്യാൻ കഴിയുമോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷ എന്തോ
സത്യപ്രതിജ്ഞ ചെയ്യാത്ത അല്ല, അത് അംഗത്തിന് കഴിയില്ല. ശ്രീ തരൂർ സത്യം ഇല്ല, അത് കഴിയില്ല ഓഫ് കോഴ്സ്. അല്ല, ഞാൻ തരൂർ സഭയിൽ വന്നിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്കും ആദ്യമാണല്ലോ ഈ അവശേഷിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളവരുടെ പേരുകൾ വിളിച്ചത്. ആ സമയത്ത് അദ്ദേഹം സഭയിൽ ഹാജരായിരുന്നില്ല, അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടില്ല. എന്തുമാകട്ടെ, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അങ്ങനെ വലിയ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് മത്സരിക്കണമെന്നുള്ളത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയെ മത്സരിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ ഒരു പ്രതിനിധി മത്സരിക്കുക എന്നുള്ള രീതിയിലേക്ക് തീരുമാനം വരുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഇപ്പോൾ BJPയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞതുപോലെ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ ഈ ഒരു പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാനുണ്ടായ കാരണം ഈ BJPയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ റെസ്പോൺസ് നേരത്തെ താങ്കളത് സൂചിപ്പിച്ചു. അങ്ങനെ സമയത്ത് മറുപടി പറയാതെ നീട്ടിക്കൊണ്ടുപോയി. അവസാനം തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിക്കാനുള്ള അവസാന 5 മിനിറ്റിനകം അതേ തുടർന്ന് കൊടിക്കുന്നിൽ ഏറ്റവും അവസാനത്തെ മിനിറ്റുകളിൽ പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടി വന്നു എന്നതുപോലെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് സർക്കാരിൻ്റെ പ്രതിപക്ഷ സമീപനത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. ശ്രീ ഷാജി രാഘവൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഓം ബിർള സഭയിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്തത്, ഏത് സമീപനമാണ് കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക, ആ നില സ്വീകരിച്ചയാളാണ്. അതൊരു സുവർണ കാലഘട്ടമായി പ്രധാനമന്ത്രിയും ഭരണമുന്നണിയും കാണുന്നതൊക്കെ മനസ്സിലാക്കുക. അതൊരു രാഷ്ട്രീയമായ കാഴ്ചയാണ്. പക്ഷേ അതൊരു ജനാധിപത്യത്തിലെ പാർലമെൻറ്റ് സംവിധാനത്തിലെ ഏറ്റവും അധികം അപലപിക്കപ്പെട്ട, പിന്തുടരാൻ പാടില്ലാത്തൊരു ശൈലിയാണ് എന്ന ശക്തമായ വിമർശനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. അതേ ആളെ തന്നെ ഇതുപോലെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊണ്ടുവരുന്നതിന് പിന്നിലും ഇതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് എന്ന് വിമർശിക്കുന്ന ആളുകൾക്ക് അവരുടെ വാദത്തെ ശരിവെക്കാൻ ആദ്യ ദിവസം തന്നെ ഓം ബിർള എന്ന സ്പീക്കർ വഴിയൊരുക്കിയില്ലേ? അജണ്ടയിലില്ലാത്ത അസാധാരണ നടപടിയിലേക്ക് കടക്കുക, എന്നിട്ട് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം കൊണ്ടുവരിക, എന്നിട്ടത് പ്രതിപക്ഷവുമായി സ്പീക്കർക്ക് ആദ്യ ദിവസം തന്നെ ഉരസാനുള്ള ഒരു വേദിയാക്കി അദ്ദേഹത്തിൻ്റെ ശൈലിയും നയവും എന്താണ് വരാൻ പോകുന്ന കാലത്ത് എന്ന് സ്വയം പ്രഖ്യാപിച്ചതായി കണക്കാക്കണമോ? പ്രതിപക്ഷത്തെ വിള്ളൽ വീഴ്ത്താൻ രാഷ്ട്രീയ ലക്ഷ്യം ഒരു സ്പീക്കർ കാഴ്ചവെക്കേണ്ടതുണ്ടോ? പല ചോദ്യങ്ങളും അതിനകത്തുണ്ടല്ലോ ഷാജി രാഘവൻ. അല്ല, ബഹുമാന്യനായ ഫ്രാൻസിസ് ജോർജ് MP, അദ്ദേഹം പ്രധാനമന്ത്രി കഴിഞ്ഞ 5 വർഷത്തെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കൊടുത്ത നറേറ്റീവ് അല്ലത്. ശരിക്കും നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ചില നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. മുത്തലാഖ് പോലെ കോടിക്കണക്കിന് സ്ത്രീകൾക്ക് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവന്നു. പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നു. ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സ്പീക്കറെ സ്വാഭാവികമായും അദ്ദേഹം 3-ാം വട്ടം തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും അത് പറയുക എന്നുള്ളൊരു സാമാന്യ മര്യാദയാണ്. അതേ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഫ്രാൻസിസ് ജോർജ് MP അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ കൊടുക്കാൻ ശ്രമിക്കുന്ന നറേറ്റീവ് ചിലരെ പുറത്താക്കി എന്നുള്ളതാണ്. നമുക്കറിയത്തില്ല, നമ്മുടെ നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ തന്നെ പല കേരളത്തിലെ നിയമസഭയിലൊക്കെ മറന്നുപോയി. ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്ന MLA-മാരില്ലേ? ഒരു സഭ തന്നെ ഇളക്കി മറിച്ച് തിരിച്ചു മറിച്ച സാഹചര്യം നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയൊക്കെ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ചില സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവേചന അധികാരത്തിൽ വരുന്ന ചില അധികാരങ്ങളുണ്ട് അവർക്ക്. അത് സ്വാഭാവികമായും സഭയുടെ സുഗമമായ നടത്തിപ്പിന് അവരെടുക്കും. കാലാകാലങ്ങളിൽ എല്ലാ വിവേചനാധികാരത്തെ മറയില്ലാതെ പരിധിയില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നയാൾ ഓം ബിർളയാണ് എന്ന് കാണുന്നത് കൊണ്ടാണോ ഓം ബിർള തന്നെ വീണ്ടും രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ പദവിയിലേക്ക്? അതിനാദ്യ ദിവസം തന്നെ അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തിയോ? പ്രതിപക്ഷവുമായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയോ സ്പീക്കർ? അല്ല, ഇവിടെ ഒരു ശരത്ത്, ഇവിടെ നമ്മുടെ ഒരു പത്ര നിരീക്ഷകൻ ശ്രീലാൽ പറയുന്നു, പുരന്ദരേശ്വരിയെ പറ്റി പറയുന്നു. സാർ, പുരന്ദരേശ്വരി BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, MP ആണ്. അല്ലാതെ അവർ ഈ പറയുന്ന ഘടകകക്ഷികളുടെ MP അല്ല, അവർ BJPയുടെ തന്നെ MP ആണ്. അതുകൊണ്ട് പുരന്ദരേശ്വരി വന്നാൽ ഇതിന് മാറ്റം ഉണ്ടാകും എന്നുള്ള വാദമൊക്കെ എത്ര ബാലിശമാണ്. അവർ BJP പോലും അത് പരിഗണിച്ചില്ല. ഞാൻ പറയാൻ പരിഗണിക്കാതെ പകരം ഓം ബിർളയെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിയത് തിരിച്ചടികളെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്താ പറയുക, താങ്കളൊരു ഞാൻ ചോദിക്കുന്നത്
10 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻക്യുംബൻസിയെ ഒക്കെ മറികടന്നുകൊണ്ട് ശക്തമായ ഭൂരിപക്ഷത്തിലൊരു മുന്നണി, ആ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി തട്ടിക്കൂട്ടിയ പോലൊരു മുന്നണിയല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മുന്നണിയാണ്. ആ മുന്നണിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായ മാൻഡേറ്റ് കൊടുത്തു. ആ ഗവൺമെൻറ് സ്പീക്കറെ ആരാക്കണമെന്ന് തീരുമാനിക്കാനുള്ള മിനിമം അവകാശം പോലും ആ മുന്നണി നേതാക്കൾക്കും ഇല്ലേ? അവിടെ ആരാ തീരുമാനം എടുക്കേണ്ടത്? NDAയിലെ ഘടകകക്ഷികൾ ഇന്നാരെ ആക്കണമെന്നൊക്കെയാണ് ഇവിടെ ഒരു നിരീക്ഷകൻ സൂചിപ്പിച്ചത്. ഞാനതിനൊന്നൊരു മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിന് ആ വാർത്തകളൊക്കെ പത്രവാർത്തകളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷേ അതിനുശേഷം കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ NDA മുന്നണി തീരുമാനിക്കുക. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അത് സാധിച്ചോ? ഇന്ന് പാർലമെൻറ്റിൽ താങ്കൾ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ആ ചർച്ചയിലേക്ക് ഇവരാരും കടക്കുന്നില്ല. ഇന്ന് നമുക്കറിയാം ജൂൺ 25 അടിയന്തരാവസ്ഥയുടെ വളരെ 49 വർഷം കഴിഞ്ഞ് 50ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ ക്രൂരമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ പാർലമെൻറ്റിനെയും അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ അല്ലെങ്കിൽ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ, അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇന്ന് ഈ പാർലമെൻറ്റിലല്ലാതെ ഈ വിഷയം എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്? പാർലമെൻറ്റിൽ ഇന്ന് ഇത് കഴിഞ്ഞ 49 വർഷക്കാലമായി ഞങ്ങളിത് എല്ലാ കാലവും ജൂൺ 25-ന് രാജ്യത്ത് ധാരാളമായ പരിപാടികൾ നടത്തി സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങളിത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഭരണഘടനയുടെ കോപ്പിയും പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഭരണഘടനയെ പറ്റി അദ്ദേഹം ആവേശത്തോടുകൂടി പറയുന്നുണ്ട്. ഇവർ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയിൽ അനുഭവിച്ചതാരാ? ഇന്ന് എന്തുകൊണ്ട് CPM അതിനെ അനുകൂലിച്ചില്ല? എന്തുകൊണ്ട് TMC തൃണമൂൽ കോൺഗ്രസ് അതിനെ അനുകൂലിച്ചില്ല? എന്തുകൊണ്ട് DMK അതിനെ അനുകൂലിച്ചില്ല? കോൺഗ്രസ് മാത്രം പ്രതിരോധിക്കേണ്ടി വന്നില്ലേ സ്പീക്കറുടെ പ്രസംഗത്തെ? കാരണം നമുക്കറിയാം DMKയുടെ ആൾക്കാർ ജയിലിലായിരുന്നു, CPMന്റെ ആൾക്കാർ ജയിലിലായിരുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുമ്പോൾ പോലും ഒരുമിച്ച് നിൽക്കാൻ ഈ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് അതായിരുന്നു സ്പീക്കറെ ഏൽപ്പിച്ച ദൗത്യം BJP ആദ്യ ദിവസം. സാർ, ഇത് പാർലമെന്റാണ് സാർ. പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയ ഒരു തീരുമാനം, ആ തീരുമാനം തീർച്ചയായിട്ടും അത് ഇന്നല്ല എല്ലാ കാലവും പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ കഴിഞ്ഞ 49 വർഷം കടന്നുപോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇന്ന് സംഭവിച്ചത് അതിനെ എതിർക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് സാധിച്ചില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ശ്രീ VPP മുസ്തഫ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് ഓം ബിർള? നമ്മൾ അതിൻ്റെ പല ഭാഗങ്ങളും സംസാരിച്ചു. കഴിഞ്ഞ സെഷനുമൊക്കെ കഴിഞ്ഞ കാലമൊക്കെ അറിയാം. സസ്പെൻഷൻ്റെ ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു. ഏതാണ്ട് 150-ൽ പരം സസ്പെൻഷനുകൾ പ്രതിപക്ഷത്തിന് നേരെ അദ്ദേഹം നടപ്പാക്കി. അതിലൊരു 50-നടുത്തോ 50-ൽ പരമോ MP-മാർ തിരിച്ചു വീണ്ടും പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങളായി അതേ സഭയിൽ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനൊരു സാഹചര്യം ഒരു ഭാഗത്ത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഓം ബിർള? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സ്പീക്കറായി ആദ്യ ദിവസം എടുത്ത ഒരു പ്രമേയത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ അത് വളരെ വളരെ കൗശലം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നീക്കമല്ലേ? വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കമല്ലേ? ഒരു പ്രധാന വിഷയത്തിന് മുമ്പിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിപക്ഷ മുന്നണിയാണിത് എന്നിപ്പോൾ BJP പ്രതിനിധി പറഞ്ഞതുപോലെ BJPക്ക് അല്ലെങ്കിൽ ആ മുന്നണിക്ക് വെളിവാക്കാൻ പാകത്തിന് സ്പീക്കർ ആദ്യ ദിവസം തന്നെ അസാധാരണമായി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം കൊണ്ടുവന്നില്ലേ? ഇല്ല, ഇതിൽ ഓം ബിർളയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ആസൂത്രിതം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ BJPയുടെ ഭരണത്തിൽ RSS എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും അതുപോലെ എക്സിക്യൂട്ടീവ് പദവികളിലും ആധിപത്യം ഉറപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ RSSന്റെ അനുചരന്മാരെ യാതൊരു ന്യായവും നീതിയുമില്ലാതെ ഇങ്ങനെ കുത്തി നിറക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് നമ്മളിപ്പോൾ ദേശീയ പ്രവേശന പരീക്ഷകളുടെ അട്ടിമറിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേധാവിയായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന ആള് രാജിവെച്ചു, പ്രദീപ് കുമാർ. ആരാ? മധ്യപ്രദേശുകാരനാ, ജബൽപൂർകാരനാ. അവിടുത്തെ ഒരു സാധാരണ കോളേജിലെ ഒരു സാധാരണ അധ്യാപകൻ, വലിയ അക്കാദമിക് മികവൊന്നുമില്ല. ആകെ പറയാനുള്ള ക്രെഡിറ്റ് RSSകാരനാണ്, ഉറച്ച RSS ആണ്. ആ കെയർ ഓഫിനാണ് അദ്ദേഹത്തെ മധ്യപ്രദേശിലെ PSCയുടെ ചെയർമാനാക്കിയത്. അദ്ദേഹത്തിന്റെ കാലത്താണ് വ്യാപം പരീക്ഷാ തട്ടിപ്പുകൾ മധ്യപ്രദേശ് PSCയിൽ ഉണ്ടായത്. ആ നേട്ടം വെച്ചിട്ടാണ് അദ്ദേഹത്തെ UPSCയിലേക്ക് കൊണ്ടുപോയത്. ആ UPSC എങ്ങനെയാക്കി എന്നുള്ളത് നമുക്കറിയാം. അവിടെ നിന്നാണ് അദ്ദേഹത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരിൽ പ്രതീക്ഷയർപ്പിച്ച അവരുടെ കുടുംബങ്ങളുമാണ്. അപ്പോൾ തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി
RSSും BJPയും ആഗ്രഹിക്കുന്ന പോലെ രാജ്യത്ത് എല്ലാ സംവിധാനത്തെയും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇങ്ങനെ RSSന്റെ ആളുകളെ പിടിച്ചിരുത്തുന്നതിന്റെ ദുരന്തം നമ്മൾ കാണുക. അത് തന്നെയാണ് പാർലമെന്റിലും നമ്മൾ കണ്ടത്. കഴിഞ്ഞ 5 വർഷം ഈ പറഞ്ഞതുപോലെ ഒരു പാർലമെന്ററി കീഴ്വഴക്കങ്ങളും പാലിക്കാതെ, ഇനി കീഴ്വഴക്കങ്ങൾ പോട്ടെ, ഇവർ പറയുന്നു അത് പാലിക്കപ്പെടണമെന്നൊന്നുമില്ല, അത് മാറ്റാം. എന്നാൽ പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ചട്ടങ്ങളില്ലേ, അതിനു വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളില്ലേ, അതെങ്കിലും പാലിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അതുപോലും ഇല്ലാതെ ഇങ്ങനെ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അനുചരണ വേണം. അത് തന്നെയാണ് ഓം ബിർളയിൽ കണ്ട യോഗ്യത. ഈ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് RSSകാരനെ ഏൽപ്പിച്ചു. അത് അവിടെ മാത്രമല്ല, നമ്മൾ നാഷണൽ ഫിലിം അക്കാദമിയിൽ പൂനെയിൽ കണ്ടു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കണ്ടു, വിവിധ സർവകലാശാലകളിൽ നമ്മൾ കാണുകയാണ് ഇവരിങ്ങനെ കുത്തി നിറക്കുന്ന RSSകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലത്തരങ്ങൾ എന്തുമാത്രം നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും പരിക്കേൽപ്പിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവര് ജനാധിപത്യത്തെ കുറിച്ചെല്ലാം ആണല്ലോ പറയുന്നത്, പക്ഷെ അതിന്റെ എല്ലാ സംവിധാനങ്ങളെയും പരിക്കേൽപ്പിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ പാർലമെന്റിലും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റിനെ വിളിക്കാത്തതിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചതിനെ കുറിച്ച് BJP നേതാവ് മറുപടി പറയാതെ സ്കിപ്പ് ചെയ്ത് പോയത്? പറയാൻ കഴിയില്ലെന്നേ. അതാണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSന്റെ ഈ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളതാണ്. അവിടെയൊന്നും ഒരു മര്യാദയും ഒരു ജനാധിപത്യ തത്വവും ഇവർക്ക് പാലിക്കേണ്ടതില്ല. ഇനി അടിയന്തരാവസ്ഥയുടേത് വന്നാലോ, ചരിത്രത്തിലെ ഏത് സംഗതിയും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അതിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിൽ മാർക്സിസ്റ്റുകാരെന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ഇവരാണല്ലോ ചില ചരിത്രത്തിലെ ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതില്ല, ഗാന്ധിവധം ഓർമ്മിക്കപ്പെടേണ്ടതില്ല, അത് പഠിക്കേണ്ടതില്ല, മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലം പഠിപ്പിക്കേണ്ടതില്ല, പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതിനെ തമസ്കരിക്കുകയും തങ്ങൾക്ക് വേണ്ടതിനെ മാത്രം കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയൊക്കെ RSS ആണല്ലോ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ചരിത്രത്തിലെ മുന്നേറ്റങ്ങളെയും ഓർമ്മിപ്പിക്കപ്പെടണം, ചരിത്രത്തിലെ കറുത്ത പാടുകളെയും ഓർമ്മിപ്പിക്കപ്പെടണം. ഒരു സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് അത് അനിവാര്യമാണ്. പക്ഷെ അതിന് നിങ്ങൾ സ്വീകരിച്ച രീതിയോ, നിങ്ങളിപ്പോ വലിയ നിലയിൽ ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പോരാടിയവരാണ് എന്ന് മേനി നടിക്കുന്ന നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനം അത് പാർലമെന്റിൽ അനുസ്മരിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന രീതി എന്താ? ഇത് ജൂൺ 25 ജൂൺ 26 എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാത്തതല്ലോ. ഇന്നത്തെ ദിവസം പാർലമെന്റ് കൂടാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ. അതനുസരിച്ചാണല്ലോ ഇന്നത്തെ അജണ്ട നിശ്ചയിച്ച് പാർലമെന്റ് അംഗങ്ങൾക്ക് കൊടുത്തത്. അങ്ങനെ മുൻകൂട്ടി ജൂൺ 25-നും 26-നും അസംബ്ലി പാർലമെന്റ് ചേരുന്നുണ്ട്, അതിന്റെ ആ ദിവസത്തെ അജണ്ട ഇന്നതായിരിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് കൊടുത്ത നിങ്ങൾ എന്തേ ജൂൺ 26-ന്റെ അജണ്ടയിലോ ജൂൺ 25-ന്റെ അജണ്ടയിലോ ഈ അടിയന്തരാവസ്ഥ അനുസ്മരണം ഒരു അജണ്ട ഐറ്റമായിട്ട് ഉൾപ്പെടുത്തിയില്ല? നിങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്തണ്ടേ? അജണ്ടയിൽ ഉൾപ്പെടുത്താതെ നിങ്ങൾ എന്തോ ഞങ്ങള് വലിയ നാടകം ഉണ്ടാക്കുന്നു, വലിയ ഞെട്ടൽ ഉണ്ടാക്കാൻ പോകുന്നു, ഇതാ ഇന്ത്യ ബ്ലോക്കിനകത്ത് വിള്ളൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന മട്ടിൽ ഈ കൊണ്ടുവന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളത് സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിങ്ങളുടെ കപട രാഷ്ട്രീയ നാടകം മാത്രമായിട്ടല്ലേ ഇന്ന് ആ പ്രസ്താവന വന്നത്. നിങ്ങൾക്കൊരു ആത്മാർത്ഥതയും ഇല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ 2 മിനിറ്റ് മൗനം ആചരിക്കാൻ പറഞ്ഞു ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി. 10 വർഷം നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുകയല്ലേ. എന്തേ ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ അവരെ ആദരിക്കാൻ, അവർക്ക് 1 രൂപയുടെ സഹായം കൊടുക്കാൻ ഈ 10 വർഷം അധികാരമുണ്ടായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? എന്തേ അതിനുവേണ്ടി അതിൽ ഇരകളാക്കപ്പെട്ടവർ എല്ലാ പാർട്ടികളിലും ഉള്ളവർ, ജനാധിപത്യവാദികൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരില്ലേ, അതിന്റെ അവശതകൾ പേറി അന്നത്തെ മർദ്ദനങ്ങൾ, കൊടിയ പീഡനങ്ങൾ സഹിച്ചവർ, എന്തേ അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ ഈ 10 വർഷമായിട്ട് അധികാരം കയ്യിലുണ്ടായിട്ട് നിങ്ങൾക്ക് കഴിയാത്തത്? അപ്പൊ ഇന്ന് നിങ്ങൾ കാണിച്ചത് എന്താ? അതിസങ്കുചിതമായ ഒരു രാഷ്ട്രീയ നാടകം. നിങ്ങൾക്ക് അതിലൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ലെന്നേ. നിങ്ങൾക്ക് ഈ അധികാരം ആസ്വദിക്കണം എന്നല്ലാതെ ആ അധികാരം ആസ്വദിക്കുന്നതിന് ഇപ്പൊ ശക്തമായി വന്ന പ്രതിപക്ഷം തടസ്സമാകരുത്. പ്രതിപക്ഷം ഇത്തവണ നിങ്ങൾ 3ാം വട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആണ്. അതിന്റെ പിന്തുണ വളരെ കൂടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒന്നായിട്ട് മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ശരി, ഇവിടെ ശ്രീലാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ നേരത്തെ അദ്ദേഹം പുരന്ദരേശ്വരിയെക്കുറിച്ച് താങ്കൾ പരാമർശിച്ചതിനെക്കുറിച്ച് BJP പ്രതിനിധി പറഞ്ഞത് കേട്ടല്ലോ, അവരും BJP അല്ലേ എന്ന നിലയിൽ അദ്ദേഹം അത് പറഞ്ഞു വെച്ചു. ഇവിടെ ഒരു അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ
ഒരു മുന്നണിയാണ്, ഇന്ത്യ മുന്നണിയാണ്. ആ മുന്നണിയുടെ ആദ്യ ദിവസം തന്നെ ഫ്ലോറിൽ ആ മുന്നണിക്ക് ഒറ്റ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഒരു വിഷയത്തെ അസാധാരണമായ അജണ്ടയിലില്ലാത്ത പ്രമേയമായി കൊണ്ടുവരുന്നു. ആദ്യ ദിവസം തന്നെ ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ വന്നതുപോലെ ആ ഇന്ത്യ മുന്നണിയിൽ വിള്ളലുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വരുത്തി തീർക്കും വിധം സ്പീക്കർക്ക് ഒരു കാര്യത്തെ അവതരിപ്പിച്ചു വെക്കാൻ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കാര്യത്തിലും കഴിയില്ലല്ലോ. നാളെ നീറ്റ്, നെറ്റ്, അഴിമതി, ക്രമക്കേട് പോലുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നാൽ ആ മുന്നണി ഒറ്റക്കെട്ടായ ഒരു നിലപാട് സ്വീകരിക്കുന്നതോടെ സ്പീക്കർ തന്നെയല്ലേ കൂടുതൽ പ്രതിരോധത്തിലാവുക. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നിരയുടെ അംഗബലമല്ല ഇന്ന് പ്രതിപക്ഷത്തിനുള്ളത്. അപ്പോൾ ഇന്ന് അടിയന്തരാവസ്ഥ പോലൊരു വിഷയത്തെ കാട്ടി ഇങ്ങനെയൊക്കെ ഒരു ട്രിക്കി പൊസിഷൻ എടുക്കാൻ കഴിഞ്ഞാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതും സ്പീക്കറെ സംബന്ധിച്ച് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കാൻ ആ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിനെ വിമർശിക്കാൻ ഇടവരുത്തുന്നത് തന്നെയല്ലേ. ആ നിലയിൽ ഓം ബിർളയുടെ തന്ത്രങ്ങൾ തുടർന്നങ്ങോട്ട് എങ്ങനെയാവാം, എന്താവാം? ശരത്ത് നോക്കൂ, സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വഴിവെച്ച സാഹചര്യം തന്നെ എടുത്തോളൂ. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വഴിവെക്കാൻ ഉണ്ടായ സാഹചര്യം എന്തായാലും ഈ പ്രതിപക്ഷത്തിന്, ഇന്ത്യ സഖ്യത്തിന് ഒരു കാരണവശാലും സ്പീക്കർ സ്ഥാനത്തേക്ക് അവരെ സ്ഥാനാർത്ഥിയെടുത്ത് ജയിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ ശേഷം തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെയോടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ അത് NDA സഖ്യത്തിൻ്റെ പരാജയമായിരുന്നില്ല, മറിച്ച് NDA സഖ്യത്തിൻ്റെ വിജയമായിരുന്നു. കാരണം ആ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോഴും NDA സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പും ഉണ്ടായിരുന്ന അതേ ഐക്യം, അതേ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശബ്ദ വോട്ട് രേഖപ്പെടുത്തിയത്. അതല്ല, ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇവർക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നേരത്തെ ശ്രീ ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഡിവിഷൻ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അത് അംഗീകരിക്കുമായിരുന്നു. സർക്കാർ എന്തുകൊണ്ട് ഡിവിഷൻ അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഡിവിഷൻ വന്നാലും അതായത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ സ്ലിപ്പിൽ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്താലും ഈ ഇന്ത്യ സഖ്യത്തിലെ മുന്നണിയിലെ കക്ഷികളെല്ലാം ഒരുമിച്ച് നിൽക്കുമെന്ന് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് അത് പ്രകടമാക്കേണ്ട എന്ന് കരുതി മാത്രമാണ് ഇവർക്ക് വോട്ടെടുപ്പിലേക്ക്, ഡിവിഷനിലേക്ക് പോകാതിരുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യ സഖ്യം അവർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കിയ ഒരു ഐക്യം, തെരഞ്ഞെടുപ്പ് മുമ്പ് ഉണ്ടായിരുന്നു, പിന്നീട് കുറച്ച് പാർട്ടികൾ കൂടി വന്നു. ആ ഐക്യം അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയത്. അത് വ്യക്തമാക്കാൻ തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യം കൊടിക്കുന്നിൽ സുരേഷിനെ നിർത്തി മത്സരിപ്പിച്ചതും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള ഇന്ത്യ സഖ്യത്തെ വളരെ പെട്ടെന്ന് നിസ്സാരമായി അങ്ങോട്ട് പൊളിച്ചു കളയാം എന്നുള്ള ഒരു ധാരണയിലാകാം ഒരു പക്ഷേ വലിയ ഒരു തരത്തിൽ ഈ നാടകീയമായി തന്നെ ഈ പറയുന്ന അടിയന്തരാവസ്ഥ ഒരു പ്രമേയമായി കൊണ്ടുവന്നത്. സ്പീക്കർ ഓം ബിർള അദ്ദേഹം സ്പീക്കറെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് എന്താണ്? ഈ സഭ നയിക്കുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നല്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പക്ഷത്തെയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുത്ത MP-മാർ അവരുടെ പാർട്ടിയോ അവർ പിന്തുടരുന്ന സിദ്ധാന്തമോ ഒന്നും നോക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അദ്ദേഹമാണ് അടുത്തൊരു പ്രമേയം കൊണ്ടുവരുന്നത്. ആ പ്രമേയത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഈ സഭ ഏകകണ്ഠമായി അടിയന്തരാവസ്ഥയെ അപലപിക്കുന്നുവെന്ന്. അങ്ങനെ ഏകകണ്ഠമായി അപലപിക്കണമെങ്കിൽ അടിയന്തരാവസ്ഥ എതിർക്കുന്നു, ശരി തന്നെയാണ്, അടിയന്തരാവസ്ഥ കറുത്ത നാളുകൾ തന്നെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല, നിലപാടിൽ ഒരു മാറ്റവുമില്ല ഇപ്പോഴും. പക്ഷേ ഏകകണ്ഠമായി ഈ സഭ ഈ പ്രമേയം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ തള്ളുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ഈ പറയുന്ന കക്ഷികളുമായി ഒരു സംസാരമെങ്കിലും നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ അവിടെ? അതൊന്നുമില്ലാതെ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അത് അദ്ദേഹം കള്ളം പറയുകയല്ലേ ചെയ്തത്. അപ്പോഴാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്, കോൺഗ്രസിനോട് അനുകൂലിക്കുന്ന ചില പാർട്ടികളും ഇതിനെ എതിർക്കുന്നത്. പക്ഷേ അത് ഇന്നത്തേക്ക് മാത്രം ശരത്ത് ചൂണ്ടിക്കാട്ടിയ പോലെ അത് ഇന്നത്തെ കാര്യം മാത്രമാണ്. കാരണം ഇനി ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും പഴയ സഖ്യം ഒന്നാകും. അത് അവർ ഒന്ന് തന്നെയാണ് എന്ന് പാർലമെൻറ്റിൽ തെളിയിച്ച ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് അത് മാത്രമല്ല, ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്ന് വ്യക്തമല്ലേ? കാരണം അതിനുശേഷം NDA ഘടകകക്ഷികളും NDA അംഗങ്ങളും ബഹളമുണ്ടാക്കുന്നു. NDA അംഗങ്ങൾ ബഹളമുണ്ടാക്കി പുറത്തു വരുമ്പോൾ അവരുടെ എല്ലാം കയ്യിൽ പ്രിൻ്റ് ചെയ്ത പ്ലക്കാർഡുകളുണ്ട്. ഈ പറയുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെയും മറ്റും കോൺഗ്രസിനെതിരെയും മുദ്രാവാക്യങ്ങൾ പ്രിൻ്റ് ചെയ്ത പ്ലക്കാർഡുകളുമായി പാർലമെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന NDA ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെ വന്നു? സ്പീക്കർ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ച് തൊട്ട് പിന്നാലെ ഇത്രയും ആൾക്കാരുടെ കയ്യിൽ ഈ പ്ലക്കാർഡുകൾ എവിടെ നിന്നെത്തി? അപ്പോൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കി നാടകം മാത്രമാണ്. പക്ഷേ ആ നാടകം വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നാളെ തൊട്ട് വരാൻ പോകുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ NDA ഘടകകക്ഷികൾക്ക് പോലും ഒരു പരിമിതി ഉണ്ടാകും. കാരണം അവർക്കും ഇപ്പോൾ TDP ആയാലും അതോടൊപ്പം തന്നെ JDU ആയാലും എല്ലാം അവർ ജനങ്ങളോട് മറുപടി പറയേണ്ട ആൾക്കാരാണ്. അവർക്ക് സംസ്ഥാനത്ത് അധികാരമുണ്ട്. അതുകൊണ്ട്
ആ വിഷയങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായി പ്രതിപക്ഷം പ്രവർത്തിക്കാൻ സഹായിക്കും. NDAയിൽ തന്നെ ചില സ്വരങ്ങൾ, ചില വിരുദ്ധ സ്വരങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഫ്രാൻസിസ് ജോർജ് MP ഒരു കാര്യം കൂടി, ഇന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കത്തിൽ അതിലൊരു പ്രകടമായ രാഷ്ട്രീയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നേരത്തെ ശ്രീലാൽ പറഞ്ഞ പോലെ അത് ആർക്കും മനസ്സിലാകുന്നൊരു BJP NDA രാഷ്ട്രീയം അതിൽ വന്നിട്ടുണ്ട്. എന്തുമാവട്ടെ, പക്ഷേ അതിൽ സ്പീക്കർ എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നതിലോടുള്ള പ്രതിപക്ഷ MP-മാരുടെ, പ്രതിപക്ഷ മുന്നണിയുടെ വിയോജിപ്പ് എന്തായിരുന്നുവെന്ന് ഒന്ന് ചുരുക്കി പറയാമോ, ഒന്ന് ചുരുക്കത്തിൽ? അല്ല, വാസ്തവത്തിൽ ഈ ഒരു വിഷയത്തിൽ സ്പീക്കർ അല്ലല്ലോ അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടത്. അങ്ങനെ രാഷ്ട്രീയമായി അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ആ പ്രസ്താവന നടത്താമായിരുന്നല്ലോ. ആ ജോലി എന്തിനാണ് സ്പീക്കറെ ഏൽപ്പിച്ചത്? അപ്പോൾ അങ്ങനെ വളരെ പ്രകടമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിലവിലുള്ള കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സ്പീക്കറെ തന്നെ ഒരു ചട്ടകമായി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമായില്ലേ? സ്പീക്കർ എന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്? രാഷ്ട്രീയമായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട ആളെന്ന് പറയുന്നത് ഒന്ന് വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് നടത്താം. അതല്ലാതെ സഭയുടെ ഒരു നിഷ്പക്ഷത പാലിക്കേണ്ട, നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചെയ്യണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഭരണഘടനാപരമായി അങ്ങനെ ഒരു കീഴ്വഴക്കവും വ്യവസ്ഥയും ഉള്ളപ്പോൾ സ്പീക്കറെ കൊണ്ട് രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തിച്ച് അത് ഏകകണ്ഠമായി പാസ്സായി, അല്ലെങ്കിൽ ഏകകണ്ഠമായി ഈ സഭ അംഗീകരിക്കുന്നു എന്ന് പറയാൻ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് സ്പീക്കർ അത് പറഞ്ഞത്? അത് ഏകകണ്ഠമല്ല എന്ന് ആ പ്രസ്താവന വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. ഒരുപക്ഷം ശക്തമായിട്ട് പ്രതിപക്ഷത്തെ എല്ലാവരും ഒരുമിച്ച് എതിർത്തില്ല എന്നാണ്. എതിർക്കണ്ട, എന്താണെങ്കിലും കോൺഗ്രസ് പാർട്ടി എതിർത്തല്ലോ, മുഖ്യ പ്രതിപക്ഷ കക്ഷി എതിർത്തല്ലോ. അപ്പോൾ എന്നിട്ട് അത് ഏകകണ്ഠമായിട്ട് സഭ അതിനെ അപലപിക്കുന്നു എന്ന് സ്പീക്കറെ കൊണ്ട് പറയിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സമീപനം എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ശ്രീലാൽ പറഞ്ഞത് ഇത് വളരെ ആസൂത്രിതമായിരുന്നു. അതാണ് ഇത് കഴിഞ്ഞപ്പോൾ NDA അംഗങ്ങൾ അല്ലെങ്കിൽ BJP അംഗങ്ങളെല്ലാം പ്ലക്കാർഡുമായി സഭയുടെ മുന്നിൽ വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ആസൂത്രിതമായി പ്രതിപക്ഷത്തെ വിള്ളലുണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനോ പ്രതിപക്ഷത്തെ അപമാനിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വന്നതിന് ശേഷം പ്രതിപക്ഷം ഈ കാര്യത്തിൽ സർക്കാരുമായി എല്ലാ കാര്യത്തിലും സഹകരിച്ചോളണം എന്ന വാദഗതി NDA അല്ലെങ്കിൽ BJP പറഞ്ഞാൽ അതെങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സമീപനം എന്താണെന്നുള്ളത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. ആ സമീപനത്തെ എന്താണെങ്കിലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ തീർച്ചയായിട്ടും എതിർക്കും. ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി ഇത്രയൊക്കെ വാചാലമായി സംസാരിച്ചു. മണിപ്പൂർ ഇപ്പോഴും അവിടെ കത്തുകയാണ്, ഇപ്പോഴും പ്രശ്നം രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രൂക്ഷമായ പ്രശ്നമുണ്ടായി. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറ്റിട്ടുള്ള പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒരക്ഷരം പോലും അതേക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലല്ലോ. അപ്പോഴാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന, ശരി അടിയന്തരാവസ്ഥ എല്ലാവരും എതിർക്കുന്നു, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ സംഭവം കൊണ്ടുവന്ന് പ്രതിപക്ഷ നിരയിലൊരു വിള്ളലുണ്ടാക്കാൻ അതിന് സ്പീക്കറെ ഉപയോഗിച്ച് നടത്തിയ ആ ഒരു പരിപാടി അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി, അത് അപലപനീയമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ. ഷജി രാഘവൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഈ ചർച്ചയിലടക്കം ഉയർന്നു വന്നത് സ്പീക്കറെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചട്ടുകമാക്കി ആദ്യ ദിവസം തന്നെ ആ കസേരയിൽ അദ്ദേഹം രണ്ടാം വട്ടം എത്തിയ അതേ ദിവസം അതേ മണിക്കൂറിൽ തന്നെ നിങ്ങൾ മാറ്റിയെടുത്തു രാഷ്ട്രീയമായി എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാർ അടക്കം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നീറ്റ് നെറ്റ് സർവത്ര അഴിമതിയും ക്രമക്കേടും അടങ്ങുന്ന ഒരു അന്തരീക്ഷം പോലെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ, നിലവിലെ പ്രശ്നങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയ കളി കൊണ്ട് എങ്ങനെ ഇന്നത്തെ പ്രതിപക്ഷത്തെ മറികടക്കാൻ സ്പീക്കർക്ക് കഴിയും? അത് പഴയ കാലത്തേതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല. അല്ല, ഇന്ന് പാർലമെൻറ്റിൽ സ്പീക്കർ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂൺ 25, 26 രാജ്യം മുഴുവൻ തന്നെ ഇന്ന് ഏത് വിഷയം, പ്രത്യേകിച്ച് ഒരു സ്പീക്കർ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു, അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ രാജ്യം എക്കാലവും, ഞാൻ ബഹുമാനപ്പെട്ട MP എനിക്ക് ഏറെ ബഹുമാനമുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം പോലും അതിനെ നിസ്സാരവൽക്കരിച്ചാൽ കാണുന്നത് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ. ഇന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു എന്നാണ് പറയുന്നത്. രാജ്യത്തിന് മറക്കാൻ വേണ്ടിയിട്ട് അതിനെ സാധിക്കുമോ? ആ ദിവസം രാജ്യം മുഴുവൻ ആ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ പാർലമെൻറ്റിൽ
പാർലമെൻറ്റിനെ നോക്കുകുത്തിയായിട്ടാണ് അടിയന്തരാവസ്ഥ വരുന്നത്, ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയിട്ടാണ് അടിയന്തരാവസ്ഥ വരുന്നത്. ആ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള സാമാന്യ ബാധ്യത ഒരു സ്പീക്കർ പാർലമെൻറ്റിൽ, മാത്രവുമല്ല പാർലമെൻറ്റിൽ NDAയുടെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ ബഹുഭൂരിപക്ഷം മെമ്പർമാർ എം പിമാർ അവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് ബഹുമാന്യനായ സ്പീക്കർ അവിടെ പറഞ്ഞത്. കാരണം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ദുരിതം അനുഭവിച്ച അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവരേണ്ടത് ആ പ്രസ്താവന നടത്തേണ്ടയാൾ ഒന്നുകിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ കൊണ്ടുവരട്ടെ, അങ്ങനെ കൊണ്ടുവന്ന് അതിന്മേൽ ചർച്ച നടക്കട്ടെ. പകരം എങ്ങനെയാണ് ഒരു സ്പീക്കർ അങ്ങനെ ഒരു നിലപാട് ഏകപക്ഷീയമായി സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു ലോക്സഭാംഗം എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്പീക്കർ അല്ല, ഏകപക്ഷീയമല്ലല്ലോ. ഏകപക്ഷീയം എങ്ങനെയാവും? ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പോലും പ്രിയപ്പെട്ട വിഷയമല്ലേ. ഇവിടെ മുസ്തഫ പറയുന്നത് കേട്ടു, അദ്ദേഹം അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുസ്തഫയ്ക്കും മുസ്തഫയുടെ പാർട്ടിക്കും ഒക്കെ ഇന്ന് MP മാരെ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തണലില്ല. അവർക്കിനി അടിയന്തരാവസ്ഥയെ നിശ്ചിതമായി വിമർശിക്കുന്നതിന് പരിമിതികളുണ്ട്. ഇദ്ദേഹം ഇന്ന് ബഹുമാന്യനായ VPP മുസ്തഫ ഇന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ 4-1 അവിടെയുള്ള ഒരു CPM MP, അത് എങ്ങനെയാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൊരു MP, അവരെഴുന്നേറ്റ് നിന്ന് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നെങ്കിൽ അതിനൊരു മാന്യതയുണ്ട്. കാരണം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ജയിലിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണത്, അദ്ദേഹം കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ ഭീകരത ഓർമ്മിപ്പിക്കുന്ന ആ നാളുകളിൽ പാർലമെന്റിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്പീക്കർ മെൻഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തിനാ രാഷ്ട്രീയം കാണുന്നത്? ആ ഫ്ലോർ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോറാണ് പാർലമെന്റിന്റെ. 18ാം ലോകസഭയിലെ ആദ്യ ദിനങ്ങളാണ്. സ്വാഭാവികമായും ആര് പ്രസംഗിച്ചാലും ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷേ അത് ഷാജി, ഞാൻ നമ്മുടെ ഒരു സമയത്തിനകത്ത് നിർത്തി ചർച്ച അവസാനിപ്പിക്കേണ്ടതാണ്. ഞാൻ VPP മുസ്തഫയിലേക്ക് കൂടി വേഗത്തിൽ വരാം. അതായത് വളരെ ചുരുക്കി ദയവായി എല്ലാവരും. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഷാജി രാഘവൻ അത് പറയുമ്പോഴും തൊട്ടു പിറകെ NDA അംഗങ്ങൾ, BJP അംഗങ്ങൾ പ്ലക്കാർഡും പിടിച്ച് ഇറങ്ങുന്നതിൽ തന്നെ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ഈ കാര്യങ്ങൾ ആകെ അരങ്ങേറിയത് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ ശ്രീ VPP മുസ്തഫ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ടെങ്കിലാവാം. ഒപ്പം വളരെ ചുരുക്കത്തിൽ ഇന്നത്തെ ഈ ദിവസത്തെ സ്പീക്കർ നടപടികൾ ഇനി വരുന്ന ദിവസങ്ങളിലോ ഈ സഭാ കാലയളവിലോ സർക്കാരിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞ കാലത്തേതുപോലെ ഓം ബിർളയ്ക്ക് കഴിയുമോ? ഓം ബിർള എന്ന സ്പീക്കർക്ക് കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ രാജ്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയ ഒരു വലിയ സൂചനയുണ്ട്. അത് ഇനി മോഡിയുടെ പഴയ 56 നെഞ്ചളവിന്റെ വീര്യം പറഞ്ഞിട്ട് ഏകപക്ഷീയമായ ഒരു അപ്രമാദിത്വം, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ഇവരിപ്പോ വലിയ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രസ്താവന ജനാധിപത്യവാദികളായി മാറുകയാണല്ലോ. നിങ്ങളുടെ ഭരണത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, എങ്ങനെയാ കെജ്രിവാൾ ജയിലിലായി കിടക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ അതിനുവേണ്ടി എന്തെല്ലാം നാടകം നടത്തുകയാണ്. ED അറസ്റ്റ് ചെയ്ത് അതിൽ ജാമ്യം കിട്ടുമെന്ന് വരുമ്പോൾ CBIയെ കൊണ്ട് തലേ ദിവസം അറസ്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രസംഗവും നടത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഇനി പറഞ്ഞു ഇപ്പോൾ സ്പീക്കർ വലിയ ജനാധിപത്യവാദിയായിട്ടാണ് ഇത് ഓർമ്മിപ്പിച്ചത് എന്ന്. അങ്ങനെയാണെങ്കിൽ അത് അജണ്ടയിൽ ഉൾപ്പെടുത്തി ലോക്സഭയിലെ എല്ലാ കക്ഷി നേതാക്കൾക്കും അതിൽ അഭിപ്രായം പറയാൻ സമയം കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുത്തോ? നിങ്ങളും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലേ, ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനമല്ലേ നടത്തുന്നത്? നിങ്ങൾ അങ്ങനെ വലിയ ജനാധിപത്യവാദികളാണെങ്കിൽ സ്പീക്കറെ തെരഞ്ഞെടുത്തപ്പോൾ എല്ലാ കക്ഷി നേതാക്കളും സ്പീക്കറെ അനുമോദിച്ച് പ്രസംഗിക്കുന്ന കീഴ്വഴക്കം നിങ്ങൾ പാലിച്ചല്ലോ. അങ്ങനെ കീഴ്വഴക്കം പാലിക്കുന്ന ആളുകൾ, സെലക്റ്റീവ് ആവുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയത്തിന്റെ കാര്യത്തിൽ അത് എല്ലാ കക്ഷി നേതാക്കൾക്കും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല? നിങ്ങളുടെ ആളുകൾക്ക് മാത്രം മുൻകൂട്ടി വിവരം കൊടുത്ത് ഉടനെ ബഹളവും അതുപോലെ ജാഥയും നടത്തുന്ന അവസ്ഥയുണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, പക്ഷെ അത് മുന്നോട്ട് പോവില്ല. പാർലമെന്റിനകത്തെ സമരം ശക്തിപ്പെടും. പാർലമെന്റിന് പുറത്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിശക്തമായ ബഹുജന സമരം. പാർലമെന്റിനകത്ത് ഇന്ത്യ ബ്ലോക്കിന്റെ ഈ പിന്തുണ വർദ്ധിച്ചത് പാർലമെന്റിന് പുറത്ത് കഴിഞ്ഞ 5 വർഷം ഉയർന്നു വന്ന ബഹുജന സമരങ്ങളുടെ പിൻബലത്തിലാണ്. ആ ബഹുജന സമരങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ ശക്തിപ്പെടുന്ന കാലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ മുന്നേറ്റം അതൊരു ചവിട്ടുപടിയാണ്. വലിയ നിലയിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭം, ബഹുജന മുന്നേറ്റം രാജ്യത്ത് ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. ശ്രീലാൽ, വളരെ ചുരുക്കം വാക്കുകളിൽ ഇനി വരുന്ന ദിവസങ്ങൾ ഓം ബിർള നേരിടേണ്ടി വരിക വലിയ അഗ്നിപരീക്ഷയാവുമോ? തീർച്ചയായും ശരത്ത്, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇന്നിപ്പോൾ സർക്കാർ ഓം ബിർളയിലൂടെ സ്പീക്കറോട് തെളിയിക്കാൻ ശ്രമിച്ചത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലല്ല, പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെയാണ് എന്ന് മാത്രമാണ്. അതാണ് സർക്കാർ ഇന്ന് ഈ നടപടികളിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് അത്ര എളുപ്പമല്ല തുടർന്ന് കൊണ്ടുപോകാൻ. കാരണം
പല ജനങ്ങളെ നേരിടുന്ന പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഘടകകക്ഷികൾക്ക്, ഇവരെ താങ്ങി നിർത്തുന്ന ഘടകകക്ഷികൾക്ക് തന്നെ അതിൽ ചില നിലപാടുകൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, മുന്നണിയെ സംബന്ധിച്ച് അത്രമേൽ കക്ഷികളുള്ള ഒരു മുന്നണി പ്രതിപക്ഷത്ത്, ഫ്ലോർ മാനേജ്മെൻറ്റ് നിങ്ങളെ സംബന്ധിച്ച് വളരെ വെല്ലുവിളിയാണ്, ദുഷ്കരമാണ്. ഒറ്റ നിലപാടിലേക്ക് ഒരു മുന്നണിക്ക്, ഒറ്റ പ്രതിപക്ഷമായി, വൺ നേഷൻ വൺ ഓപ്പോസിഷൻ എന്ന മട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരും. അല്ല, എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് ഈ ലിയോൺ ട്രോട്സ്കി പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, മാർച്ച് സെപ്പറേറ്റ്ലി ബട്ട് സ്ട്രൈക്ക് ടുഗദർ. ചിലപ്പോഴൊക്കെ പ്രതിപക്ഷം പല വഴികളിലൂടെയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ചില നിലപാടുകളൊക്കെ എടുത്തു പ്രതിപക്ഷ നിരയിലുണ്ടായി എന്ന് വരാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭാവി, അതുപോലെ മതേതരത്വ പാരമ്പര്യം, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യ സംരക്ഷണം, ഈ കാര്യങ്ങളിലൊന്നും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. റൈറ്റ്. നന്ദി എല്ലാവർക്കും സഹകരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഈ നിരീക്ഷണങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസിന് വേണ്ടി അവതരിപ്പിച്ചതിന് നന്ദി എല്ലാവർക്കും.